ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന വിഷയം, നമ്മളെ നാട്ടിൽ ഇപ്പം കേരളത്തിൽ ആയാലും എവിടെ ആയാലും നമ്മൾ കുറേ ആൾക്കാർ പല പല ജോലികൾ ചെയ്യുന്നുണ്ടാവും. ഒന്നിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടാവും, അതിൽ തന്നെ സീനിയർ ഓഫീസേഴ്സ്, പിന്നെ ഏറ്റവും ടോപ്പിലുള്ളവർ, പിന്നെ താഴെ ക്ലർക്ക് തൊട്ട് ഒത്തിരി പിയൂണ് വരെ ഒത്തിരി ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ പ്രൈവറ്റ് ജോബിലായാലും ഹെഡ് ഓഫ് സെയിൽസോ ഹെഡുകൾ കാണും. പിന്നെ അതിൻ്റെ താഴെ ഓരോരോ തസ്തികയിൽ ആൾക്കാരൊക്കെ കാണും അല്ലേ. അതുപോലെ അങ്ങനെ നീണ്ടു പോകുന്നു. ഇപ്പം മന്ത്രിമാരായാലും അവരുടെ BA, അങ്ങനെ കുറേ ആൾക്കാർ ഓരോരോ തസ്തികയിൽ, ഇപ്പം ഡോക്ടേഴ്സിനായാലും അത് അവരുടെ തൈല നേഴ്സ്, അങ്ങനെ ഒത്തിരി തസ്തികകളുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന മെയിനായിട്ട് കാര്യം, ഇപ്പം ഇന്നതെന്നല്ല പറയുന്നത്, ഏത് ജോലിയിലായാലും ഇപ്പം ചില ആൾക്കാരുണ്ട് ഓഫീസിലൊക്കെ തന്നെ, ഇപ്പം ഭയങ്കര ആ ഒരു മാനേജർ ഉണ്ടെങ്കിൽ അവരുടെ തന്നെ കീഴിൽ ഇപ്പം കൂടെ ഉള്ള ആൾക്കാരെ കൂട്ടത്തൊന്നും കൂടാതെ ഇങ്ങനെ മറ്റുള്ളവർ എന്ത് തെറ്റ് കണ്ടാലും അതിനെല്ലാം കൂട്ട് നിൽക്കുന്നതും, ഇപ്പം നമ്മളത് തെറ്റ് തിരുത്താനും നിൽക്കത്തില്ല. ഇപ്പോൾ അത് ഒരു സർക്കാരായാലും ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ, അവരുടെ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം കൂട്ട് നിൽക്കുകയും, അപ്പോൾ അന്നേരം അവർ ആലോചിക്കുന്നില്ല അത് തെറ്റാണ്, നമ്മളത് പിന്നീട് പെട്ടുപോകും. അവരിപ്പോൾ ഉദ്യോഗസ്ഥരായാലും അവർ ഒന്നില്ല റിട്ടയർഡ് ആവും, ഇല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവും. അത് തന്നെ മന്ത്രിമാരായാലും അവർ ചിലപ്പം അടുത്ത് ജയിച്ചാൽ മാത്രമേ വീണ്ടും ആ സ്ഥാനത്തോട്ട് വരും. അപ്പം നമ്മൾ അത് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും അവർ അന്നേരം ഒന്നും നോക്കത്തില്ല. അപ്പം എന്ത് ഫയലായാലും അവർ സൈൻ ചെയ്ത് കൊടുക്കും, അതൊന്നും വായിക്കാതെ. ഇപ്പോൾ ചിലർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഓഫീസിലൊക്കെ അവർ ചില ഉദ്യോഗസ്ഥരെ കീഴിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമകളെ പോലെ ഓച്ചാനിച്ച് നിൽക്കും. അവരെന്ത് പറഞ്ഞാലും കിട്ടും. എനിക്ക് തോന്നുന്നു ചെറിയ കുറച്ചെന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ മതിയല്ലോ, ഒന്നിൽ പൈസ അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പം പ്രൊമോഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ അന്നേരം ഇപ്പം ആ ഒരു മാനേജർ അല്ലെങ്കിൽ വേറെ ഒരാളുടെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിന്, ഇപ്പോൾ അത് ഞാനായാലും അതെന്നായാലും ഒരു കള്ളത്തരം ചെയ്താൽ അത് പിടിക്കപ്പെടും. അതിപ്പോൾ എന്തായാലും ഒരു കൊലയല്ല, എന്തായാലും അത് നമുക്ക് പിന്നീട് ഒരു പണി കിട്ടും. അതുപോലെ തന്നെ ഒരു മാനേജരായാലും ആരായാലും വലിയ ഉദ്യോഗസ്ഥരായാലും പോലും നമ്മൾ ചെയ്യുമ്പോഴൊരു അതിൽ ലീഗൽ ആസ്പെക്റ്റ് ഉണ്ടോ, നിയമം പിന്നീട് നമുക്ക് പണിയാവോ. നമ്മളെല്ലാം ഇന്ന് ഇപ്പോൾ ഒരു 500 രൂപ നിങ്ങൾക്ക് കൈകൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്തെങ്കിലും ഫയലിൽ ഒപ്പിടുകയോ, ഇല്ലെങ്കിൽ വേറെ ഒരാൾക്ക് പറയുമ്പോൾ നീ ഇപ്പം ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും, ഇല്ലെങ്കിൽ നിന്നെ ഇത് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവർ പൊടിയും തട്ടി അവരെങ്ങോട്ടെങ്കിലും പോവും. നമ്മൾ മാനേജരായാലും ആരായാലും, അതിന് പ്രൈവറ്റ് ഓർഗനൈസേഷനിലായാൽ പോലും പറയുന്നത് കേട്ടിട്ട്, ഇതിപ്പോൾ ഇനി രാഷ്ട്രീയത്തിലായാലും എന്തായാലും നിങ്ങൾക്ക് ഇപ്പം തന്നെ നമ്മൾ ഓരോ അടുത്ത് നടക്കുന്നത് അറിയാമല്ലേ. നമ്മളെ കേരളത്തിലായാലും എവിടെ ആയാലും എന്തും ഭരണമാറ്റം വന്നാലും പണ്ടൊക്കെ ഇരുന്ന് ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒന്നും മാനേജേഴ്സും വലിയ ആൾക്കാരെയൊന്നും അഫക്റ്റ് ആവില്ല. അതെല്ലാം അഫക്റ്റ് ആവുന്നത് സാധാ ആൾക്കാരായിരിക്കും, സാധാ ഉദ്യോഗസ്ഥരായിരിക്കും. നിങ്ങളിപ്പോൾ ഇനി എന്ത് ചെയ്യും? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട്? ആരും കാണത്തില്ല. അതിനി വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും, ഇനി ക്ലറിക്കൽ പോസ്റ്റിൽ ഇരുന്നാൽ പോലും പ്രൈവറ്റിലായാലും ശരി തന്നെ, നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഈ വലിയ വലിയ ആൾക്കാരെല്ലാം നിങ്ങളെ ചെറിയ താഴെക്കിടയിലുള്ളവരെ തലയിൽ വെച്ചിട്ട് അവർ എസ്കേപ്പ് ആവും. അപ്പം കുറേ പേര്, എല്ലാവരും അല്ല, കുറേ പേര്. അപ്പം നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഇല്ലാതെ നമ്മളെ ഉദ്യോഗത്തിന് നമ്മളെ സാറാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവേശത്തിൽ, ഇല്ലെങ്കിൽ അവിടെ പോയി അടിക്കിടാന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചിട്ടൊക്കെ വരും. പക്ഷേ പോലീസ് കേസുമായി ആ ഭരണമാറ്റമോ, ഇല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായി പോവുകയോ, ഇപ്പം പ്രൈവറ്റിൽ ആ മാനേജർ പോവുകയോ ഒക്കെ ചെയ്തോ, പുള്ളി റിസൈൻ ചെയ്ത് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഫുള്ളും അവിടെ ഇരിക്കുന്ന നിങ്ങൾക്കായിരിക്കും. അതെല്ലാം ആലോചിക്കുക. ഇല്ലാതെ എന്നും ലോകം, ഇപ്പം നമ്മളൊരു കാര്യവും ശാശ്വതമല്ല കേട്ടോ. നമ്മളെ ജീവന് പോലും നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ അത് ആലോചിച്ചൊക്കെ ചെയ്യുക. ഇപ്പം നമ്മൾ ഇന്നൊരു ബെനിഫിറ്റ് നമുക്കൊരു 1,00,000 രൂപ തരാം, 2,00,000 രൂപ തരാം. നമുക്ക് അവകാശപ്പെടാത്ത പൈസ നമ്മൾ കൈപ്പറ്റി കഴിഞ്ഞാൽ അതൊരിക്കലും വീട്ടുകാർക്കും ആർക്കും ഉപകാരപ്പെടത്തില്ല. ഇനി കൈക്കൂലിയല്ല, എന്തായാലും നമുക്ക് പറ്റുമെന്നുള്ള ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിന് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക.
ഇല്ല അതിലെന്തെങ്കിലും കുറച്ച് ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഫയലിൽ ഒപ്പിട്ടോ വേറെ എന്തെങ്കിലും കുറച്ച് നീട്ടി വെച്ച് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വേറൊരു എന്തിനെങ്കിലും കൂട്ടുനിന്നാൽ, ഏതിലായാലും പിന്നീട് ഒരിക്കൽ ഭരണമാറ്റം വരും, ഉദ്യോഗസ്ഥർ മാറും, വേറെ എന്തെങ്കിലും ഒരു ഇതിലകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് പണി പിന്നീട് നമുക്ക് കിട്ടും. അത് അനുഭവിക്കാൻ നിങ്ങളെ ഫാമിലിയും നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അത് മാത്രം ആലോചിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.